ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനം 248 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നാനൂറ് വർഷത്തിനിടയിൽ നടന്ന സംഭവങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സാദൂക്യരെ. യഹൂദന്മാരിടയിൽ മറ്റൊരു വിഭാഗമാണ് സാദൂക്യരെ. അക്കാലത്തെ മഹാപുരോഹിതനായ സാദോക്കിന്റെ ആശയങ്ങളെ സ്വാധീനിച്ച് ആളുകളെ വശീകരിച്ച് ഒരു വിഭാഗമാണ് സാദൂക്യർ. ഇവർ വലിയ ധനികന്മാർ അഥവാ സമ്പന്നന്മാരായിരുന്നു. ഏതൊരു കാലത്തും ധനികന്മാർക്ക് അംഗീകാരമുണ്ട്. കേരളക്കരയിലെ ഒരു 50 വർഷത്തിനകം ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ടായി. യേശുവിന്റെ പേരും പറഞ്ഞ് ക്രിസ്ത്യ പേരും പറഞ്ഞ്. പക്ഷേ അതിന്റെ സ്ഥാപകന്റെ മരണത്തോടുകൂടി ആ സംഘടന എങ്ങോട്ട് പോയെന്ന് മാത്രമല്ല, അതിന് അഡ്രസ്സുമില്ല. കാരണം ആ സംഘടനയുടെ നേതാവിന് പണം ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ആൾക്കാർ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. ബൈബിളിലെ സത്യമൊന്നും മനസ്സിലാക്കിയിട്ടല്ല എന്നതുപോലെ സാധുക്യരായിരിക്കുന്ന ജനത്തിന് സമ്പന്നന്മാരും വളരെ അധികാരമുള്ളവരും അംഗീകാരമുള്ളത് കൊണ്ട് ഇത് കുറച്ച് നാളത്തേക്ക് അത് വളരാനായിട്ട് ഇടയായി. ഇവരുടെ ആശയം എന്ന് പറയുന്നത് ഭൂമിയിൽ കഴിവിന്റെ പരമാവധി ആനന്ദത്തോടെ സന്തോഷത്തോടെ സമൃദ്ധിയിൽ എന്ന് വേണ്ട ഇന്നത്തെ ന്യൂ ജനറേഷൻ പറയുന്ന പോലെ അങ്ങ് ജീവിക്കുക എന്ന് മാത്രമേ ഇവരുടെ ഉദ്ദേശമുള്ളൂ. ഇവർക്ക് ദൂതന്മാരെ വിശ്വാസമില്ല, സ്വർഗത്തെ സംബന്ധിച്ച് വലിയ വിശ്വാസമൊന്നുമില്ല. പേരിന് മാത്രം ദൈവം ഉണ്ടെന്ന് പറയുമെങ്കിലും മരിച്ചവരുടെ ഉയർപ്പോ അല്ലെങ്കിൽ നാളെ ഒരു ന്യായവിധിയോ 1000 ആണ്ടോ സഹസ്രാബ്ദ ദൈവമോ ഒന്നുമില്ല. അവര് പഠിപ്പിക്കുന്ന ഇവിടെ ജീവിക്കുക, സന്തോഷിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, മരിക്കുക. ഇതാണ് സാധുക്യരായിരിക്കുന്നവരുടെ ചിന്താഗതി. അവരെവിടെയും കടന്നു ചെന്നിട്ട് അവരെ ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നു. ഇവരെ ന്യായപ്രമാണത്തിന്റെ കുറച്ചു ഭാഗവും എടുക്കും. എന്നാൽ ഗ്രീക്ക് സംസ്കാരമാണ് ഇവരുടെ പ്രധാനമായ കാര്യം. ന്യായപ്രമാണത്തിന്റെ പേരും പറഞ്ഞ് ഗ്രീക്ക് സംസ്കാരവും ദൈവവചനവുമായിട്ട് ഒരു ബന്ധമില്ല. അത് വളരെ അകലമായ കാര്യമാണ്. ഇതാണ് അവർ പഠിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് അവര് ഒരു ഉപമ പോലെ ചോദിച്ചു. ഒരു മനുഷ്യന് ഭാര്യ ഉണ്ടായിരുന്നു. ആ മനുഷ്യൻ മരിച്ചുപോയി. ഇളയ അല്ലെങ്കിൽ ആ ഗ്രീക്ക് സംസ്കാരമാണ്. അങ്ങനെ 7 പേരും മരിച്ചു. അവസാനം ആരുടെ ഭാര്യയായിരിക്കും എന്നുള്ളതായ ഇങ്ങനെയുള്ളതായ കഠിനമായ ചോദ്യങ്ങളായി ഇവരുള്ളത്. അല്ല, യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു സ്വർഗത്തിലെ സ്ത്രീ ഇല്ല, പുരുഷനില്ല, ദൂതർ തുല്യമാണെന്ന് പറഞ്ഞെങ്കിലും അവർക്ക് അത്രമാത്രം മനസ്സിലായില്ല. അത് മത്തായി 22-ാം അധ്യായത്തിന്റെ 23 മുതൽ 30 വരെ വാക്യങ്ങളുള്ള കാര്യമാണ്. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശുശ്രൂഷ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല സമ്പത്തിന്റെ ഉടമസ്ഥനാണെങ്കിൽ അധികാര കസേര പിന്നാലെ ചെല്ലും. ശുശ്രൂഷയൊന്നും വേണ്ട എങ്കിലും പണം ചെലവാക്കാനുണ്ടെങ്കിൽ ഈ കാലയളവിൽ അധികാര കസേര ചെല്ലും. പക്ഷെങ്കിൽ ഒരു ശുശ്രൂഷയുമില്ല, ഒന്നുമില്ല, അധികാര കസേര മാത്രം. അങ്ങനെയുള്ള ചിലരും നമ്മുടെ ഈ കൂട്ടത്തില് ഇന്ന് ഉണ്ട്. സാധുക്യരെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ദൈവാലയത്തോട് ഒരു താല്പര്യമില്ല. കാരണം അതിന് ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ആരാധനയോട്
ഒട്ടും താല്പര്യമില്ല. ഇതാണ് ഇവരുടെ ഉദ്ദേശം. ദൈവാലയം പണിയുന്നതിൽ ഇവർക്ക് വളരെ എതിർപ്പാണ്. ആരാധന വളരെ എതിർപ്പാണ്. നമ്മുടെ കർത്താവിന്റെ കാലയളവില് സാദൂക്യരെ കഴിവിന്റെ പരമാവധി യേശുവിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യത്തക്കവണ്ണം വന്നെങ്കിലും അവർ പരാജിതരായി ദൈവത്തിനു മുമ്പിൽ ഒന്നുമില്ലാത്തവരായി തീർന്നു. കാരണം അവർ പഠിച്ചു വെച്ച ഉപദേശം ഒരു ഭൗതിക തത്വശാസ്ത്രമാണ്, ആത്മീയം വഴിയെ പോയിട്ടില്ല. ഇവരെ വലിയ സമ്പന്നന്മാരായതുകൊണ്ട് ന്യായാധിപ സംഘത്തിൽ വലിയ സ്വാധീനത ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക് ശിക്ഷ കിട്ടാതിരിക്കത്തക്കവണ്ണം സ്വാധീനത ഉണ്ടായിരുന്നു. ഇനിയും നമ്മുടെ ഇടയിലേക്ക് വരാം. എല്ലായിടത്തും ഇല്ല, ചില സഭയിൽ സമ്പന്നന്മാരുടെ കയ്യിലാണ് സഭയും പാസ്റ്ററും ഇരിക്കുന്നത്. എല്ലായിടത്തും ഇല്ല, എല്ലായിടത്തും ചിലവാകത്തില്ല. ചില പാവപ്പെട്ട ദൈവദാസന്മാരെടുക്കലും പാവപ്പെട്ട വിശ്വാസികൾക്ക് ചിലപ്പോൾ സമ്പന്നന്മാരുടെ കയ്യിലും അവർ പറയുന്നത് പോലെ പാസ്റ്റർ പൊക്കോണം, അല്ലെങ്കിൽ പാസ്റ്റർക്ക് പിന്നെ നിൽക്കാനായിട്ട് സാധ്യതയില്ല. അത് പലയിടത്തും ഉണ്ടെങ്കിലും വലിയ താമസമില്ലാതെ ആത്മീയരെ ഇവരെയൊക്കെ വിട്ടുമാറി വേറെ വഴിക്ക് പോകും. കാരണം ആത്മീയരെ ഇവിടെ പണക്കാരനെന്നോ പണമില്ലാത്തവനൊന്നല്ല. ആത്മീയന്റെ ആഗ്രഹം ആരാധിക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിൽ നിന്നും പ്രാപിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. അവർ ഏറ്റവും പ്രധാനമായ കാര്യം, കാഹളം കേൾക്കുമ്പോൾ അവരെടുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആത്മീയരുണ്ട്. ഈ ആത്മീയരെ ഒരിക്കലും കൺട്രോൾ ചെയ്യുവാൻ ഇവിടുത്തെ പണം കൊണ്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യം ആത്മീയ ദൈവമക്കളെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. പണമൊക്കെ വരും പോകും എന്നല്ലാതെ അതിന് ആത്മീയന്റെ മേൽ സ്വാധീനതയില്ല എന്നും കൂടെ ഞാൻ ചെറിയ സന്ദേശം ഓർപ്പിച്ചുകൊള്ളും. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് ആത്മീയ ആളുകളെ ആയിരിക്കുന്നത്, നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് ആരാധിക്കുന്നവരെ ആവശ്യമായിരിക്കുന്നത്. ഞാൻ കൂട്ടത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ സാദൂക്യരെ അവരമ്പേ പരാജയപ്പെട്ടു പോയി. കാരണം ദൈവത്തിന്റെ മുമ്പിലോ ആത്മീകമായ കാര്യങ്ങളുടെ മുമ്പിലോ ഇവരുടെ തത്വശാസ്ത്രം ഒന്നും ജയിക്കുകയില്ല എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് സാദൂക്യരുടെ വിഷയം ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ക്ലാസ്സുകൾ തുടരുന്നു. ഞാനെന്നും പറയുന്ന ഒരു കാര്യമാണ്, ദൈവമക്കളെ, നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അല്ലെങ്കിൽ ഭീമമായ ഒരു നഷ്ടമായിരിക്കും. നഷ്ടമെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവ് കഴിഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു ഇവിടെ ഭരണമേൽക്കും. കൈവിടപ്പെട്ടു പോയവരെ മുഴുവൻ അവൻ കസ്റ്റഡിയിലെടുക്കും. അവർക്ക് മുദ്ര കൊടുക്കും. അവൻ പറയുന്നത് പോലെ ചെയ്യണം. അവന്റെ പ്രതിമയെ നമസ്കരിക്കണം. അങ്ങനെ ഒരു കാലം ഉണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കർത്താവിന്റെ വരവെ ഏറ്റവും അടുത്തു. ഒരു വലിയ ഉണർവുണ്ടെന്ന് തോന്നുന്നു. പ്രാർത്ഥിക്കുക, നിങ്ങൾ അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.